ആയിട്ട് പ്രധാനപ്പെട്ട ഞാൻ ഒത്തിരി ക്ലേശിച്ചാണ് ഇവിടെ ഈ 1 മണിക്കൂർ കണ്ടെത്തിയത്. നമ്മുടെ വലിയ പിതാവിൻ്റെ സാന്നിധ്യമാണ് എന്നെ അതിന് കൂടുതൽ പ്രേരിപ്പിച്ചത്. പിതാവ് വരുമ്പോൾ പിതാവിൻ്റെ അടുത്ത് ഇരിക്കാനും അല്പം വർത്തമാനം പറയാനുമുള്ളൊരു അവസരം കൂടിയാണത്. പിതാവ് ഒന്നിച്ച് നമുക്ക് തിരികെത്തിക്കാം എന്ന് പറഞ്ഞ വലിയൊരു ഇൻറ്റിമസി പിതാവ് കാണിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതുമാണ്. അതുപോലെ നമ്മുടെ തിരുവധ്യക്ഷൻ എന്നോട് നിർബന്ധിച്ചു ഇതിൽ ഒന്ന് വരണം എന്ന്. അങ്ങനെ വലിയൊരു പിതാവ് പറഞ്ഞ പോലെ വലിയ മഹാസമ്മേളനമാണ്. എനിക്ക് വലിയ സന്തോഷം ആണ്. വികാരിയച്ഛൻ ഇത്ര ഹൃദ്യമായിട്ട് ഇടപെടുന്നതിനെക്കുറിച്ച് പിതാവ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. അപ്പോൾ പിതാവിന് സംശയമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ കാര്യമെല്ലാം വ്യക്തമായി. നമ്മൾ പ്രിയപ്പെട്ട ആർമണ്ടച്ഛനെ ഓർത്തു. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് വലിയ പിതാവ് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സംസാരിച്ചത്. അച്ഛൻ 10-25 വർഷങ്ങൾ ഇവിടെ ഭരണജ്ഞാനത്തും പാലായിലുമെല്ലാമായിട്ട് ജീവിച്ച് പാലായ്ക്ക് വലിയൊരു ഉണർവ് നൽകിയ വ്യക്തിയാണ്. അച്ഛനെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വാതിൽ സെമിനാരിയിൽ അദ്ദേഹം അനേക തവണ വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പ്രസംഗങ്ങളും കുമ്പസാരങ്ങളുമെല്ലാം പാലാരൂപതയിലെ ഒട്ടനവധി ഇടവകകൾക്ക് വലിയ ആത്മീയ സംതൃപ്തി നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഞാനിവിടെ ഓർക്കുകയാണ്. അച്ഛനെ ഈശോയെ കൊണ്ടു നടന്ന ആളായിരുന്നു. ക്രിസ്റ്റോഫർ എന്ന് അച്ഛനെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈശോയെ വഹിച്ച് ഈശോയെയും കൊണ്ട് നടന്ന ആളാണ്. അതിനെക്കുറിച്ച് എന്നോട് ഈ അദ്ദേഹം കപ്പിച്ച് അതിൻ്റെ ഒരു അങ്ങേയറ്റത്ത് പോവർട്ടി ആൻഡ് കയ്യിലിട്ട് പന്താടുകയാണ്. ദാരിദ്ര്യം അനുഭവിക്കാം. ഈ സഭ ാണ് അദ്ദേഹത്തെ സഭ ഫണ്ട് നൽകിയതും സമ്മേളനങ്ങളും ആ കാര്യം നമ്മൾ പ്രവൃത്തിപഥത്തിൽ അച്ഛൻ്റെ എപ്പോഴുമുള്ള സംസാര തന്നെയാണ്. അമ്മയെക്കുറിച്ച് നോട്ട് the temple of God. Mary is not temple of God. അമ്മ ദേവാലയത്തെ വഹിച്ച ായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതാണല്ലോ. ആളായിരുന്നു ഈശോയുടെ അമ്മ എന്ന നിലയിൽ. ആ അർത്ഥത്തിൽ നമ്മുടെ അർമണ്ടച്ഛനും അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു, ഈശോയെക്കുറിച്ചായിരുന്നു പ്രബോധനം. ഒരു വശമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ നവീകരണ മൂവ്മെന്റ്. അത് നമുക്ക് ായിട്ട് പറ്റുകയില്ല. ചെസ്റ്റർട്ടൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്ക് ജീവിക്കുന്ന ആളുകൾ അബ്നോർമലായിട്ട് നമുക്ക് തോന്നുമെന്ന് ചെസ്റ്റർട്ടൺ പറഞ്ഞതാണ്. നന്നായിട്ട് സുവിശേഷം ജീവിക്കുന്ന അവരുള്ളവർ പറയും. ഈ അച്ഛനും അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ വസ്ത്രധാരണം, ഭക്ഷണക്രമം, വർത്തമാനങ്ങൾ, ജീവിത ശൈലികളെല്ലാം സുവിശേഷം കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നത് കൊണ്ട് അത്തരത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടായിട്ട്, ഒരു ചലഞ്ചായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ് അസീസിയും ഒക്കെ അതായിരുന്നല്ലോ. ഹി ചലഞ്ചഡ് ഹിംസെൽഫ്
മറ്റാരെയും കയറി തന്നെയാണ് ചലഞ്ച് ഹിംസെൽഫ്. അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് അതുപോലുള്ള വലിയ മറ്റാർക്കും അപൂർവമായിട്ട് ഉള്ള വ്യക്തികൾക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ദൈവം അനുവദിച്ച് കൊടുത്തു. അതൊരു ഐഡൻറ്റിഫൈങ് മാർക്കാണ്. അദ്ദേഹം ലാബറൻഡായിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അങ്ങനെ ആ ശൈലിയിൽ ജീവിച്ച അർമണ്ടച്ചനും നമുക്ക് ഈ കാപ്പുച്ചിൻ പാരമ്പര്യത്തിൻ്റെ വലിയ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രാപഞ്ചിക മാനം കൂടെയുണ്ട്. വിശാലമായ ഈ ക്രിയേറ്റഡ് ലോകമാണ് ദൈവത്തെ പ്രഘോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പഠിപ്പിച്ച വലിയൊരു വ്യക്തി കൂടിയാണ് ശിശിയും ട്രഡീഷനിൽ നിൽക്കുന്ന ആളുകളും എല്ലാം. അങ്ങനെയുള്ള ചലഞ്ചസ് കൊണ്ടു നടക്കുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ മഹത്വം എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തനിമ എന്താണെന്ന് മറ്റുള്ളവരിൽ ഒരു വിസ്മയം ജനിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധപിതാവ് ഈ അവസാനം എഴുതിയ എൻസിക്ലിക്കിൽ ദി ലെക്സിറ്റ് നോസ് ഹി ലവ്ഡ് അസ് എന്നതാണ് അതിൻ്റെ പേര്. അതിൽ പരിശുദ്ധപിതാവ് ഊന്നി പറയുന്നത് ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് ഒരു ഹൃദയം കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചാക്രിക ലേഖനം എഴുതുന്നത്. തിരുഹൃദയ ഭക്തിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള തിരുഹൃദയ ഭക്തിയും അതെല്ലാം അതിനകത്തുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ആഴങ്ങളിലേക്ക് പരിശുദ്ധാവ് വന്നിട്ട് പറയുകയാണ് ഈ തിരുഹൃദയം സിന്തസിസ് ഓഫ് ദ ഗോസ്പൽ, 4 സുവിശേഷങ്ങളുടെയും സമഗ്രമായ ഒറ്റ വാക്കാണ് തിരുഹൃദയം. ഈശോയുടെ ഹൃദയം. ലോകത്തിൻ്റെ ഹൃദയമൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ഹൃദയമൊക്കെ നഷ്ടപ്പെട്ടു. ഈ ലോകത്തിന് ഒരു ഹൃദയം കൊടുക്കാനുള്ള പരിശ്രമമാണ് ഈ നൂറ്റാണ്ടിൽ നമ്മൾ നടത്തേണ്ടത്. അതിൽ ഈ കാപ്പുച്ചിൻ അച്ഛന്മാർക്ക് വലിയൊരു പങ്കുണ്ട്. സ്ലിവായിൽ നിന്ന് കേട്ട സ്വരം റീബിൽഡ് ദ ചർച്ച്. വെറുതെ ഒരു കെട്ടിടം പണിയാനല്ലല്ലോ, പ്രിപ്പയർ യുവർസെൽഫ് ആസ് എ ചർച്ച്. ഒരു നല്ല പള്ളി പോലെ ജീവിക്കാനായിട്ട് നോക്കുക, ഈശോയെ കൊടുക്കാൻ നോക്കുക, പരിശുദ്ധ തൃത്വത്തെ കൊണ്ടു നടക്കുന്നവരായിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള ആ ഒരു വലിയ സന്ദേശം ലഭിച്ച കോൺഗ്രിഗേഷനിൽ ജീവിച്ച് അതിൻ്റെ വളരെ റാഡിക്കലായിട്ടുള്ള വശങ്ങളിലൂടെയൊക്കെ കണ്ട് മുമ്പോട്ട് പോയ ആളാണ് അർമണ്ടച്ചൻ. സെയിൻറ്റ് ബെർണാർഡ് ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ ഹൃദയം കരയുന്നുണ്ട്. ഇത്രയും പുണ്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഈ മരണം വഹിക്കേണ്ടി വന്നത്? അദ്ദേഹം തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തി. പെക്കാത്തും തൂവും നിന്റെ കുറ്റം, ആമോർ തൂവും നിന്റെ സ്നേഹം മാത്രമാണ്. മറ്റാരും സ്നേഹിക്കാത്തതുപോലെ നീ എല്ലാവരെയും സ്നേഹിച്ചു. പെക്കാത്തും തൂവും നിന്റെ തെറ്റ്, ആമോർ തൂവും നിന്റെ സ്നേഹം മാത്രമാണ്. ഈ അർമണ്ടച്ചനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രമേ ഉള്ളൂ. അത് സുവിശേഷമായിട്ട് അദ്ദേഹം കരുതി, ഈശോയുടെ ഹൃദയമായിട്ട് കരുതി. അങ്ങനെയുള്ളൊരു നിലപാടിന് മാത്രമേ ഈ ലോകത്തെ സമുദ്ധരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് നമുക്ക് മലബാർ സഭയ്ക്കും ഈ കാപ്പുച്ചിൻ കോൺഗ്രിഗേഷനും എല്ലാം വലിയൊരു മുതൽക്കൂട്ടാണ്. അതൊരു ഇന്ധനമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും സഭയുടെ ഹൃദയത്തിലും അതെന്നും ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയും അനുഗ്രഹവും നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രതിനാൾ പിതാവ് ഇവിടെ വന്ന് കുർബാന ചൊല്ലി സംസാരിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചു എന്നതാണ് നമുക്ക് എക്കാലവും ഓർത്തിരിക്കാനുള്ള ഒരു വിലപ്പെട്ട പുണ്യമായിട്ട് ഞാനും അതിനെ കരുതുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ് സ്വാമിക്ക്